വെൽക്കം ഓൾ. ബൈനോമിയൽ റാൻഡം വേരിയബിൾസിലെ പ്രോബ്ലംസ് ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി 2019 സ്കീമിലാണെങ്കിലും 7 മാർക്കിനും അതുപോലെ തന്നെ 3 മാർക്കിനും ചോദിക്കുന്ന സെക്ഷനാണ്. അതുപോലെ തന്നെ 2024 സ്കീമാകുമ്പം അവർക്കും ബൈനോമിയലിൻ്റെ പ്രോബ്ലം ഷുവറായിട്ടും കാണും. എസ് എ പാർട്ടിൽ ഷുവറായിട്ടും ബൈനോമിയലിൻ്റെ ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ബൈനോമിയലിൽ നിന്നായിരിക്കും 5 മാർക്കിനോ 4 മാർക്കിനോ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10 fair coins are thrown simultaneously. Find the probability of getting at least 7 hits. ആക്ച്വലി ഞാൻ ഈ വീഡിയോ നേരത്തെ എടുത്തതായിരുന്നു, ഇതിൻ്റെയൊക്കെ മിസ്സായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അത് ഞാൻ ഒന്നുകൂടെ എടുക്കുകയാണ്, അതാണ് ഈ അടയാളങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 10 fair coins are thrown simultaneously. Find the probability of getting at least 7 hits. 10 കോയിനുകൾ ത്രോ ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് 7 ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ്. ആ 10 കോയിൻ ടോസ് ചെയ്യുമ്പം അതിനകത്ത് അറ്റ്ലീസ്റ്റ് 7 ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ്. അറ്റ്ലീസ്റ്റ് 7 ഹെഡ് എന്ന് പറഞ്ഞാൽ ആ 10 കോയിനുകൾ ടോസ് ചെയ്യുമ്പം അതിനകത്ത് അറ്റ്ലീസ്റ്റ് 7 ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പം കോയിൻ ത്രോ ചെയ്യുന്ന, ഡൈ ത്രോ ചെയ്യുന്ന, ഇതൊക്കെ ബൈനോമിയലിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ ബൈ കണ്ടീഷൻ, സക്സസ് ഓർ ഫെയിലുവർ എന്ന് പറഞ്ഞാൽ ബെർണോളി എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോഴാണ്, ബെർണോളി ട്രയൽ ആണ് എന്തെന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. കൂടാതെ തന്നെ 10 ഫെയർ കോയിൻസ് ആണ്. നമുക്ക് 10 കോയിന് 100-ൽ താഴെ, നമ്പർ ഓഫ് എണ്ണെന്ന് പറയുന്നത് 100-ൽ താഴെയാണെങ്കിൽ നമുക്ക് ബൈനോമിയൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. കോയിൻ ടോസ് ചെയ്യുന്ന പ്രോബ്ലം ബൈനോമിയലാണെന്ന് മനസ്സിലാക്കാം. പിന്നെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ഓർ ടെയിൽ, അപ്പം ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ്. അപ്പം ബാക്കി മറ്റത് ഫെയിലുവർ ആയിരിക്കും. അപ്പം സക്സസ് ഓർ ഫെയിലുവർ, ബൈ കണ്ടീഷൻ, ഇതൊക്കെയാണ് വച്ചിട്ട് നമ്മളിത് എന്തുവാണെന്ന് മനസ്സിലാക്കണം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ കോയിൻ ടോസ് ചെയ്യുമ്പം ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ്, അറ്റ്ലീസ്റ്റ് 7 ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താണോ അതാണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈനോമിയൽ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ ബൈനോമിയൽ റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. എത്ര എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞാലും എത്ര ട്രയൽ കഴിഞ്ഞാലും അവിടുത്തെ സക്സസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്നത്, ഞാനൊന്ന് പറയാം അതെന്തുവാണെന്നുള്ളത് പറയാം. എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് മനസ്സിലായല്ലോ. ഇവിടെ P = 1/2. ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഇൻ എ സിംഗിൾ ടോസ്, ഒരു കോയിൻ ഒരു വട്ടം ടോസ് ചെയ്യുമ്പോഴുള്ള ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് എന്തുമായിട്ട് എടുത്തിരിക്കുന്നത്, 1/2 ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ചാൻസ് ആണുള്ളത്, ഹെഡും ടെയിലും വരാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഞാൻ അതിനെ എന്തുമായിട്ട് എടുക്കുന്നു, ഹെഡ് കിട്ടാനുള്ള ചാൻസിനെ ഞാൻ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കുന്നു. എന്താണോ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് അത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കണം. അപ്പം 2 കേസിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ മൊത്തം 2 കേസാണുള്ളത്. അതിൽ ഒരു കേസാണ് ഹെഡ് കിട്ടാനുള്ള ചാൻസ്. സോ 1/2 ആയിട്ട് ചൂസ് ചെയ്യുന്നു. പിന്നെ ബൈനോമിയലാണ് നമ്മൾ ഫിക്സ്ഡ് ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ചാൽ എത്ര കോയിൻ എത്ര തവണ ടോസ് ചെയ്താലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് എപ്പോഴും എന്തുമായിരിക്കും, പ്രോബബിലിറ്റി ഓഫ് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എപ്പോഴും എത്രയായിരിക്കും, 1/2 ആവും. എത്ര ട്രയൽ നമ്മൾ ചെയ്താലും ഇതൊരിക്കലും വ്യത്യാസപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ഇത് ബൈനോമിയൽ എക്സ്പെരിമെൻ്റ് ആണെന്ന്. ഓക്കെ, അവിടെ 10 ഫെയർ കോയിൻസ് ആണ് ത്രോ ചെയ്യുന്നത്. നമ്മൾ ഈ എന്നും പിയും കണ്ടുപിടിക്കണം. എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ് ഫോളോസ് ബി ഓഫ് എൻ പി എന്ന് എഴുതണം. എന്നും പിയും ക്വസ്റ്റിന് തന്നിരിക്കുന്നെങ്കിൽ അതെടുത്ത് എഴുതുക. ഇവിടെ പി എന്ന് പറയുന്ന ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ് ആയതുകൊണ്ട്, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ് നമുക്ക് പിന്നെ നോക്കാം. ഹെഡിൻ്റെ ചാൻസ് ചോദിച്ചത് കൊണ്ട് ഞാൻ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഇൻ ദ ഒരു ടോസിൽ പ്രോബബിലിറ്റി ഓഫ് ഹെഡിനെയാണ് ഞാൻ എന്തുമായിട്ട് എടുക്കുന്നത്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കുന്നത്. അത് 1/2 ആണ്. 2 ഹെഡിലും ടെയിലിനും ഒന്നാണ് ഹെഡ് വരാനുള്ള ചാൻസ്. സോ P = 1/2. N = 10 കോയിൻസ് ആണ് ത്രോ ചെയ്യുന്നത്. ക്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 - P അല്ലേ. ദാറ്റ് ഈസ് 1 - 1/2 = എന്ത് കിട്ടും, 1/2. ഇനി നമ്മൾ എഴുതേണ്ടത് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗിവൺ ബൈ. നമുക്കിനി ബൈനോമിയലിൽ നമ്മൾ ഈ ഒരു എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് എഴുതിയതിന് ശേഷം തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് PMF ആണ് എഴുതേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന ടേംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് PMF മാറ്റി എഴുതണം.
നമ്മൾ പി എം എഫിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. വേറെ എക്സ് വേരീസ് ഫ്രം 0 to n ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്, സി എക്സ്, പി എന്ന് പറയുന്നത് 1/2 ആണ്, ക്യൂ എന്ന് പറയുന്നത് എഗെയിൻ 1/2 ആണ്. റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 10 മൈനസ് എക്സ് ആണ്. അവിടെ എക്സ് വേരി ചെയ്യുന്നത് 0 to n വരെയാണ്. ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 10 ആണ്. എഴുതിയത് മനസ്സിലായോ? അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഇക്വേഷൻ എന്ത് വരും? 10 cx 1/2 റൈസ് ടു എക്സ് 1/2 റൈസ് ടു 10 മൈനസ് എക്സ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു ബൈനോമിയലിൻ്റെ? എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആയിരുന്നു. എക്സ് വേരി ചെയ്യുന്നത് 0, 1, 2 എക്സെട്ര n വരെ. അതിൽ എന്നും പിയും ക്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ പി എം എഫ് എഴുതി വെച്ചു. വേരിയബിൾസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ക്വസ്റ്റ്യൻ എന്തുവാ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ്. അപ്പോൾ ആ 10 കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ അതിനകത്ത് 7 ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 7 ഹെഡ് വീഴാം, 8 ഹെഡ് വീഴാം, 9 ഹെഡ് ആയിരിക്കാം, 10 ഹെഡ് ആയിരിക്കാം. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ് എന്ന് പറഞ്ഞാൽ 7 ഹെഡെങ്കിലും വീഴാനുള്ള ചാൻസ്. ഇതിൻ്റെ അർത്ഥം എന്തുവാണ്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. 7 കൂടുതൽ വീഴാം, അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 7 വരും, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 8 ഹെഡ് വരാം, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 9 ഹെഡ് വരാം, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 10 ഹെഡ് വരാം. ഇത് എഴുതിയത് മനസ്സിലായല്ലോ? ഇതിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇതാ എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇല്ലേ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൽ എക്സിന് എന്തോ ഇട്ട് കൊടുക്കുക? 7 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 7 കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ എക്സിന് 7 ഇട്ട് കൊടുത്തേ പി ഓഫ് എക്സ് ഈക്വൽ ടു 7 ആകുമ്പോൾ എന്ത് വരും? 10c7 1/2 റേസ് ടു 7 1/2 റേസ് ടു 10 മൈനസ് 7. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് എന്തോ ഇട്ട് കൊടുക്കുക? 8 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 10c8 1/2 റേസ് ടു 8 1/2 റേസ് ടു 10 മൈനസ് 8. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ എന്തുവാ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ പി എം എഫിൽ എക്സിന് എന്തോ ഇട്ട് കൊടുക്കുക? 9 ഇട്ട് കൊടുക്കുക. അപ്പം 10c9 1/2 റേസ് ടു 9 1/2 റേസ് ടു 10 മൈനസ് 9. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 10 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 1 വരും, 1/2 റേസ് ടു 1. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 10 വരെ എന്തുകൊണ്ട് വന്നു? 10 കോയിനാണ് ടോസ് ചെയ്യുന്നത്. 10 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 7 ഹെഡെങ്കിലും വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 7 തൊട്ട് 10 കോയിനും എന്തോ ഷോ ചെയ്യാം? ഹെഡ് ഷോ ചെയ്യാം. അപ്പം 10c10 1/2 റേസ് ടു 10 1/2 റേസ് ടു 10 മൈനസ് 10 1/2 റേസ് ടു 0. ഓക്കെ, ഇതിലെല്ലാം നമ്മൾ നോക്കിക്കേ. ഇവിടെ 10c7 അതുപോലെ എഴുതി 1/2 റേസ് ടു 7 ഇൻറ്റു 1/2 റേസ് ടു 3. ഇവിടെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്തെന്നറിയാം നമുക്ക്? എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതിക്കൂടെ? അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ എഴുതാം? 1/2 റേസ് ടു 7 ഇൻറ്റു 1/2 റേസ് ടു 3 എങ്ങനെ എഴുതാം? 1/2 റേസ് ടു 7 പ്ലസ് 3 എന്ന് എഴുതാം. ആൻസർ എന്തുവാണ്? 1/2 റേസ് ടു 10. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം 10c7 1/2 റേസ് ടു 10 പ്ലസ് 10c8 1/2 റേസ് ടു 8 ഇൻറ്റു 1/2 റേസ് ടു 2 1/2 റേസ് ടു 8 പ്ലസ് 2. അഗെയിൻ പ്ലസ് 10c9 അതുപോലെ എഴുതുക. 1/2 റേസ് ടു 9 ഇൻറ്റു 1/2 റേസ് ടു 10. ആൻസർ എന്തോ വരും? 1/2 റേസ് ടു 9 പ്ലസ് 1 ഈക്വൽ ടു 1/2 റേസ് ടു 10 പ്ലസ് 10c10 അതുപോലെ എഴുതുക. 1/2 റേസ് ടു 10 ഇൻറ്റു 1/2 റേസ് ടു 0 1/2 റേസ് ടു 10 പ്ലസ് 0. ആൻസർ 1/2 റേസ് ടു 10. അതിൽ നിന്നെല്ലാം എന്തോ കോമൺ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കാം. കാൽക്കുലേറ്റർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇത് സെപ്പറേറ്റ് കാൽക്കുലേറ്റർ ചെയ്ത് ആൻസർ എഴുതുക, ഇത് സെപ്പറേറ്റ് കാൽക്കുലേറ്റർ ചെയ്ത് ആൻസർ എഴുതുക, ഇതും അങ്ങനെ ചെയ്ത് എഴുതുക, ഇതും അങ്ങനെ ചെയ്ത് എഴുതുക. അപ്പോൾ 4 ആൻസറുകൾ കിട്ടും. അത് 4 കൂടെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കാതെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാതെ ചെയ്താൽ നമുക്ക് തെറ്റിപ്പോവും കേട്ടോ. അതാണ് ഞാനിങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ഇങ്ങനെ ചെയ്യാം. ഇതിനകത്ത് എല്ലാം 1/2 റേസ് ടു 10 കോമൺ ഉണ്ട്. അത് കോമൺ എടുക്കുക. ബാക്കി 10c7 എന്ന് പറഞ്ഞാൽ 120, 10c8 എന്ന് പറഞ്ഞാൽ 45. ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം കേട്ടോ. 10c9 എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും, 10c10 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 176 കിട്ടും. 1/2 റേസ് ടു 10 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ മതി. 1/2 റേസ് ടു 10 ഇൻറ്റു 176. ആൻസർ നമുക്ക് കാൽക്കുലേറ്ററിൽ 0.171875 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ x are 16 and 8 respectively.
ഫൈൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. നമുക്കിങ്ങനെ ചോദിക്കും കേട്ടോ. ബൈനോമിയലിൽ മീനും വേരിയൻസും തന്നിട്ട് ഇങ്ങനെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനും ചോദിക്കും. പ്രോബബിലിറ്റീസ് തന്നിട്ട് മീനും വേരിയൻസും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് വരാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ആദ്യത്തെ ടൈപ്പ്, നമ്മൾ രണ്ടും പഠിക്കും കേട്ടോ. മീൻ ആൻഡ് വേരിയൻസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ക്വസ്റ്റ്യനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ഈ മൊഡ്യൂളിലാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ നിന്ന് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്തായാലും വരും. ബൈനോമിയലിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. പോയിസണിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ ജോയിൻ്റ് ഇനി നമുക്ക് 2 സെക്ഷൻ പഠിക്കാനുണ്ട്, അവിടെ നിന്നും ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ 4 ക്വസ്റ്റ്യനാണ് എസ്സേക്ക് ചോദിക്കുന്നത്. ഓക്കെ, അതിൽ ബൈനോമിയലാണോ പോയിസണോ എന്ന് നമുക്ക് വായിച്ച് നോക്കിയാൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് വായിച്ച് നോക്കണം. വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ബൈനോമിയലാണെങ്കിൽ എപ്പോഴും n എന്ന് പറയുന്നത് നമ്പേഴ്സുകൾ കുറവായിരിക്കും. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ, ബൈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സക്സസ് ഓർ ഫെയിലുവർ. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്തോ അപ്ലൈ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് സക്സസും ഫെയിലുവറൊക്കെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്തോ അപ്ലൈ ചെയ്യുന്നത്, ബൈനോമിയൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബൈനോമിയൽ പോയിസണും ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പഠിക്കും, വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് അതിൻ്റെ കാര്യമില്ല, ഡയറക്റ്റ് ബൈനോമിയൽ വേരിയബിൾ ആണ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ആലോചിക്കേണ്ട അതെന്തുവാണെന്നുള്ളത്. അപ്പം മീനും വേരിയൻസും ആണ് എന്ത് തന്നിരിക്കുന്നത്? മീൻ 16 വേരിയൻസ് 8. മീൻ ആൻഡ് വേരിയൻസ് റെസ്പെക്റ്റീവ്ലി ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബൈനോമിയലാണെന്ന് മനസ്സിലാക്കിയ സപ്പോസ് എക്സ് ഫോളോസ് ബി ഓഫ് എൻ പി. അവിടെ എന്നും പിയും വേരിയബിൾസ് ആണ്. എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ട്രയൽസ്, പി എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എക്സ് എന്ന് പറയുന്ന ബൈനോമിയൽ, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലായ അപ്പോഴേ നമ്മളിത് എഴുതി വയ്ക്കുക. ആദ്യത്തെ വരി ഇതാണ്. ഇനി ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുള്ളതെന്ന് എഴുതി വയ്ക്കുക. ഇതൊരു സ്റ്റെപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ എന്തോ തന്നിട്ടുണ്ട്? മീൻ 16 എന്നും വേരിയൻസ് 8 എന്നും തന്നിട്ടുണ്ട്. അപ്പം മീനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ബൈനോമിയലിൻ്റെ മീൻ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? എന്തുവാണ്? എൻ പി ആണ്. എൻ പി 16ഉം വേരിയൻസ് എൻ പി ക്യൂ ആണ്. അതെന്തെന്ന് തന്നിട്ടുണ്ട്? 8 എന്ന് തന്നിട്ടുണ്ട്. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 and 2 എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്ക് പി ഓഫ് എക്സ് ഈക്വൾ ടു 0 കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് ഈക്വൾ ടു 0 കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് ഈക്വൾ ടു 1 കണ്ടുപിടിക്കണം ഇല്ലേ? അപ്പം പി ഓഫ് എക്സ് ഈക്വൾ ടു 0യും 1ഉം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ വേരിയബിൾസ് ഒക്കെ വേണം അല്ലേ? പി ഓഫ് എന്നും പിയും ക്യൂ ഒക്കെ കണ്ടുപിടിച്ചാലേ നമുക്ക് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് അത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിരിക്കുന്നത്? മീനും വേരിയൻസും തന്നിരിക്കുന്നത്. മീൻ എൻ പി 16 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ പി 16 എന്നുള്ളത് ഈ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുത്തൂടെ? അപ്പോൾ എന്ത് കിട്ടും? എൻ പിക്ക് വരെ ഇവിടെ എന്ത് കൊടുക്കാം? 16 × Q = 8 എന്ന് കൊടുക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ പി എന്ന് പറഞ്ഞാൽ 16 എന്ന് തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ നമ്പർ 2ൽ ആ എൻ പിക്ക് പകരം 16 ഇട്ട് കൊടുക്കുക. 16 × Q = 8. ദാറ്റ് ഈസ് Q = 8. 16 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ക്യൂ കിട്ടി. ക്യൂവിൽ നിന്ന് പി കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യും? നമുക്കറിയാം പി പ്ലസ് ക്യൂവിൻ്റെ ആൻസർ എന്തുവാണെന്ന് അറിയാം, 1 ആണെന്ന് അറിയാം ഇല്ലേ? അങ്ങനെ നമുക്ക് പി പ്ലസ് ക്യൂ എപ്പോഴും എന്തുമായിരിക്കും? ബൈനോമിയലിൽ 1 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തുമായിരിക്കും ആൻസർ കിട്ടുന്നത്? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യൂ കിട്ടിയാൽ നമുക്ക് പി എങ്ങനെ കണ്ടുപിടിക്കും? ക്യൂ പി = 1 - Q അപ്പുറം കൊണ്ടുപോയാൽ മതി. Q p = 1, ഈ ക്യൂ അപ്പുറം പോകുമ്പോൾ -Q, 1 - Q ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - Q 1/2 ആണ്. ദാറ്റ് ഈസ് 1 - 1/2 എന്ന് പറഞ്ഞ് 1/2 എന്ന് കിട്ടി. അപ്പോൾ പിയും ക്യൂ നമുക്ക് കിട്ടി. ഇനി എന്തും കൂടെ കിട്ടണം പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് എന്നും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ പിയും ക്യൂവും കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി n കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ എന്നും പി = 16. അതാ n × പിക്ക് വരെ എന്തോ കൊടുക്കാം? കിട്ടിയ 1/2 ഇട്ട് കൊടുക്കാം. n × 1/2 = 16. ഇക്വേഷൻ നമ്പർ 1ൽ ഞാൻ n കണ്ടുപിടിക്കാനായിട്ട് ഇട്ട് കൊടുത്തു. അപ്പം n = എന്തോ കിട്ടാം? 16. 1/2 ഇവിടെ 2 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പുറം കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോ കിട്ടും? 16 × 2 = 32 എന്ന് കിട്ടും. അപ്പോൾ n എന്തെന്ന് കിട്ടും? 32 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് n 32 എന്ന് കിട്ടി. ബൈനോമിയലിൻ്റെ വേരിയബിൾസ് ആണ്. പി എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടി. ക്യൂ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയി. അപ്പം ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇനി എന്ത് എഴുതും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF എഴുതും. PMFനെ സിംപ്ലി നമ്മൾ സ്മാൾ f(x) എന്ന് ഡിനോട്ട് ചെയ്യും. അല്ലെങ്കിൽ P of x = x. ഇക്വേഷൻ എന്ന് പറയുന്നത് NCX P⁻x Q⁻n−x നമ്മൾ പഠിച്ചതാണ്. വേറെ x = 0, 1, 2 etc. അത്
അത് നമുക്ക് n വരെ തിട്ടപ്പെടുത്താൻ പറ്റും. അപ് ടു n വരെ ആയിരിക്കും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ പോണ. മറക്കരുത്, എക്സ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതി കൊടുക്കാം. എന്തുവാണ്? n എന്ന് പറയുന്നത് 32 ആണ്. സോ 32cx, p എന്ന് പറയുന്നത് 1/2 ആണ്, 1/2 റേസ് ടു എക്സ്, q എന്ന് പറയുന്നത് 1/2 റേസ് ടു n എന്ന് പറയുന്നത് 32 മൈനസ് എക്സ്. എക്സ് എവിടെ തൊട്ട് വേരി ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്? 0 മുതൽ n വരെ വേരി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എക്സ് എവിടെ തൊട്ട് വേരി ചെയ്യുന്നു? 0 തൊട്ട് എവിടെ വരെ? n എന്ന് പറയുന്നത് 32, അപ്പം 0 തൊട്ട് 32 വരെ വേരി ചെയ്യുന്നു. അത് മനസ്സിലായല്ലോ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു 0യും പി ഓഫ് എക്സ് ഈക്വൽ ടു 1. നമുക്ക് ഈ വേരിയബിൾസ് എല്ലാം കിട്ടിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ പി എം എഫ് എഴുതി വെച്ചല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു ഈ എക്സിൻ്റെ കുഞ്ഞ് എക്സിൻ്റെ പൊസിഷനിൽ 0 വരുന്നതല്ലേ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ നമ്മുടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൽ എക്സിന് പകരം എന്തിട്ട് കൊടുത്താൽ ആൻസർ കിട്ടും? എക്സിന് പകരം ഇവിടെ എന്തുവാണോ കണ്ടുപിടിക്കാനുള്ള പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണോ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് 32cx 1/2 റേസ് ടു എക്സ് 1/2 റേസ് ടു 32 മൈനസ് എക്സ് ആണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ത് വരും? 32c0 1/2 റേസ് ടു 0 1/2 റേസ് ടു 32 മൈനസ് 0. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? ദാറ്റ് ഈസ് 32c0 1/2 റേസ് ടു 0 ഇൻറ്റു 1/2 റേസ് ടു 32. ഇവിടെയും എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ വരും, എ റേസ് ടു എം പ്ലസ് എൻ വരും. എന്ന് പറഞ്ഞാൽ 1/2 റേസ് ടു 0 ഇൻറ്റു 1/2 റേസ് ടു 32ൻ്റെ ആൻസർ എന്ത് വരും? 1/2 റേസ് ടു 0 പ്ലസ് 32. ആൻസർ 1/2 റേസ് ടു 32. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇവിടെ വെച്ച് തന്നെ കാൽക്കുലേറ്റർ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ അല്ലാതെ ചെയ്യുവാണ്. 32c0. ഇപ്പം എനി നമ്പർ സി കോമ്പിനേഷൻ 0യുടെ വാല്യൂ എന്തോ ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, എനി നമ്പർ കോമ്പിനേഷൻ 0യുടെ ആൻസർ എപ്പോഴും എന്തോ ആയിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 32c0യുടെ വാല്യൂ 1 ആയിരിക്കും. 1 ഇൻറ്റു 1/2 റേസ് ടു 32. 1/2 റേസ് ടു 32ന് ഈ 2 മുകളിൽ പോകുമ്പോൾ എന്ത് വരും? 1/2 റേസ് ടു 13ന് 2 മുകളിൽ പോകുമ്പോൾ 2 റേസ് ടു മൈനസ് 32 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ 32c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ഈ 1/2ന് 2 മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു മൈനസ് 32 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 1ൻ്റെ ആൻസർ എന്ത് വരും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൽ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പം 32c1 1/2 റേസ് ടു 1 1/2 റേസ് ടു 32 മൈനസ് 1. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം 32c1 1/2 റേസ് ടു 1 ഇൻറ്റു 1/2 റേസ് ടു 1/2 റേസ് ടു 1 ഇൻറ്റു 1/2 റേസ് ടു 32 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 31 അല്ലേ. അപ്പോൾ 1/2 റേസ് ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 31. ആൻസർ 1/2 റേസ് ടു 32 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ 1/2 റേസ് ടു 32. 32c1 എനി നമ്പർ C1 അല്ലേ, 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ n ആയിരിക്കും. NC0യുടെ വാല്യൂ എപ്പോഴും n ആയിരിക്കും. NC1ൻ്റെ വാല്യൂ എപ്പോഴും n ആയിരിക്കും. NC0യുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ഈ n എന്ന് പറഞ്ഞ് എനി നമ്പർ. അപ്പം നിങ്ങൾക്ക് ഇത് വെച്ച് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അല്ലാതെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. 32c1ൻ്റെ ആൻസർ 32 ആയിരിക്കും. 1/2 റേസ് ടു 32ന് 2 റേസ് ടു മൈനസ് 32 എന്ന് എഴുതാം. രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 2 റേസ് ടു മൈനസ് 27 നിങ്ങളല്ലാതെ ചെയ്ത് നോക്കുക, വാല്യൂ കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് ബൈനോമിയൽ ആണെന്ന് മനസ്സിലായി. In a binomial distribution consisting of 6 independent trials, probabilities of 1 and 2 successes are 0.28336 and 0.0506 respectively. Find mean and variance of the distribution. KTU 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് അഥവാ മീനും വേരിയൻസ് ഇത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. മീനും വേരിയൻസും തന്നിട്ട് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം പഠിച്ചത്. ഇവിടെ എന്താ, പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്, മീനും വേരിയൻസും കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും മീൻ NP ആണെന്നറിയാം, വേരിയൻസ് NPQ ആണെന്നറിയാം, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലായാൽ നമ്മൾ ആദ്യം എക്സ് ഫോളോസ് ബി ഓഫ് NP എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി എന്തോ തന്നിരിക്കുന്നതെന്ന് നോക്കുക. കൺസിസ്റ്റിംഗ് ഓഫ് 6 ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ്. അപ്പം നമ്പർ ഓഫ് ട്രയൽസ് ഇവിടെ എത്രയാണ്? n എന്ന് പറയുന്നത് 6 ആണ്.
ഓക്കെ. പ്രോബബിലിറ്റീസ് ഓഫ് 1 ആൻഡ് 2 സക്സസസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് 0.28336 തന്നിരിക്കുന്നത്. പ്രോബബിലിറ്റീസ് ഓഫ് 2 സക്സസ് എന്ത് തന്നിരിക്കുന്നു? 0.0506 തന്നിരിക്കുന്നത്. അപ്പം പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് നമുക്ക് എന്തുവാണെന്ന് അറിയാം? പി എം എഫ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു n - x ആണെന്ന് അറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര n. ക്വസ്റ്റിനെ തന്നിരിക്കുന്ന സാധനം എടുത്ത് എഴുതുക. പി ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 1 സക്സസ് എന്ന് പറയുന്നത് 0.28336. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 0.28336. പ്രോബബിലിറ്റി ഓഫ് 2 സക്സസ് എന്ന് പറയുന്നത് 0.0506. രണ്ടും കൊടുക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 നമുക്ക് അല്ലാതെ എഴുതാൻ അറിയാലോ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്തുവാണ്? എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു n - x. അവിടെ n 6 ആണ്. 6 ഇൻഡിപെൻഡൻറ്റ് ട്രയൽസാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതി കൊടുക്കുമ്പോൾ എന്ത് വരും? n എന്ന് പറയുന്നത് 6, സി പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പം 6C1. പിയും ക്യൂവും നമുക്ക് അറിയത്തില്ല. പി റൈസ് ടു അതാണ് കണ്ടുപിടിക്കേണ്ടത്. പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു 6 - x. 6 - x. എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 അല്ലേ? ഇല്ലേ? ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൽ എക്സിന് പകരം എന്തോ ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ഇവിടെ n 6 ആണെന്ന് നമുക്കറിയാം. സോ 6C1 പി റൈസ് ടു 1 ക്യൂ റൈസ് ടു 6 - 1 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതാം. അതാണ് ക്വസ്റ്റിനെ തന്നിരിക്കുന്നത്. ഞാനത് ഇക്വേഷനായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 2നെ എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൽ എക്സിന് പകരം എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പം n 6 ആണെന്നറിയാം. 6C1 പി റൈസ് ടു 1 ക്യൂ റൈസ് ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിന് ഇവിടെ 2 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 6C2 പി റൈസ് ടു 2 ക്യൂ റൈസ് ടു 6 - 2. ആൻസർ ഇതല്ലേ? 6C2 പി സ്ക്വയർ ക്യൂ റൈസ് ടു 4. അതെന്തെന്ന് തന്നിട്ടുണ്ട്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0.0506 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് മീൻ വേണമെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എൻ പി വേണം. n നമുക്ക് 6 എന്നറിയാം. പി വേണം ഇല്ലേ? അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ പി ക്യൂ ആണെന്നറിയാം. n നമ്മുടെ കയ്യിലുണ്ട്. പിയും ക്യൂവും വേണം. എന്തായാലും പിയും ക്യൂവും വേണം. അപ്പം പിയും ക്യൂവും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന 2 ഇക്വേഷൻ ഉണ്ട്. ആ 2 ഇക്വേഷനും കൂടെ ഞാനങ്ങ് ഡിവൈഡ് ചെയ്യുവാണ്. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഞാൻ 2 ഡിവൈഡ് ചെയ്യുവാണ്. അപ്പം ലെഫ്റ്റ് സൈഡ് കറസ്പോണ്ടിങ് ഡിവൈഡ് ചെയ്യുക, റൈറ്റ് സൈഡ് കറസ്പോണ്ടിങ് ഡിവൈഡ് ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ 6C1 എന്ന് പറഞ്ഞാൽ 6 ആണ്. നമ്മൾ NC1 എന്ന് പറഞ്ഞാൽ 6 എന്ന് n എന്ന് പഠിച്ചിട്ടില്ലേ? പി റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ പി ക്യൂ റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 6C2 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 പി സ്ക്വയർ ക്യൂ റൈസ് ടു 4. കട്ട് ചെയ്ത് കളയാം നമുക്ക്. ഇവിടെ 3ൻ്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2ഉം 5 എന്നും കട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഇവിടെ ഒരു പിയും ഇവിടുത്തെ 2 പിയും ഉണ്ട്. അതിൽ ഓരോ പി വെച്ച് ക്യാൻസൽ ചെയ്ത് കളയാം. മുകളിൽ 4 ക്യൂവും താഴത്തെ ഫുൾ ക്യൂ 4 ക്യൂ വെച്ച് കട്ട് ചെയ്ത് കളയുമ്പോൾ മുകളിൽ 6 15 കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 ഉണ്ട് മുകളിൽ. പിന്നെ പി എല്ലാം കട്ട് ചെയ്ത് പോയി ക്യൂ ഒരെണ്ണം അവശേഷിക്കുന്നുണ്ട്. ഡിവൈഡഡ് ബൈ 3യുടെ ടേബിൾ വെച്ച് കട്ട് ചെയ്യുമ്പം എഗെയിൻ ഇവിടെ 5 ഉണ്ട്. ഒരു പി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.6 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2Q ഈക്വൽ ടു ഈ 5/6ൻ്റെ ഈ 5.6ൻ്റെ താഴെ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ 2Q × 1 എന്ന് പറഞ്ഞാൽ 2Q. 5P × 5.6 അതേപോലെ എഴുതുക. ദാറ്റ് ഈസ് Q ഈക്വൽ ടു 5.6 × 5P ഡിവൈഡഡ് ബൈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കണം. ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. ആൻസർ നമുക്ക് 14P എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് പിയും ക്യൂവും ആണ് വേണ്ടുന്നത്. അതിൽ നമുക്ക് പി ഇതുവരെ ഒന്നിലെ ഒരു സ്ഥലത്ത് ക്യൂവും ഒരു സ്ഥലത്ത് പി ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഒന്നിലോട്ടാക്കണം അല്ലേ? ഇതെല്ലാം പിയിലോട്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ക്യൂയിലോട്ടാക്കണം. ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചിട്ട് മറ്റേതിനെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 2 കൂടെ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ക്യൂവിനെ ഞാൻ എന്തുവാക്കുന്നു? P + Q എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1 - P എന്ന് എഴുതിക്കൂടെ? സോ ഈ ക്യൂവിനെ ഞാൻ എന്തോ എഴുതി? 1 - P എന്ന് എഴുതി. ഈക്വൽ ടു 14P. ഈ -P അപ്പുറം കൊണ്ടുപോകുമ്പോൾ +P. അപ്പോൾ 14P + P ഈക്വൽ ടു 15P. ആൻസർ അവിടെ 1 എന്നുണ്ട്. P ഈക്വൽ ടു 1 15 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. P ഈക്വൽ ടു 1/15. P കിട്ടിയാൽ നമുക്ക് Q കണ്ടുപിടിച്ചൂടെ? Q എന്തുവാണ്? P + Q 1 ആണെന്നറിയാം. Q എങ്ങനെ കണ്ടുപിടിക്കും? 1 - P ആണ്. ദാറ്റ് ഈസ് 1 - P എന്ന് പറയുന്നത് 1/15 ആണ്. ആൻസർ 14/15. ഓക്കെ. അപ്പോൾ എന്നും പിയും ക്യൂവും എല്ലാം കിട്ടി. അപ്പോൾ മീൻ വേരിയൻസും കണ്ടുപിടിച്ചൂടെ? മീൻ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് ആണ്. NP ആണ് ആൻസർ. ബൈനോമിയലിൻ്റെ മീൻ NP ആണ്. 16 n എന്ന് പറയുന്നത്
6 ആണ് കേട്ടോ. 16 അല്ലേ, n എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഇൻറ്റു 1/15 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. NPQ എന്ന് പറഞ്ഞാൽ ഇവിടെ 16 അല്ല 6 ആണ്. NPQ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു P എന്ന് പറഞ്ഞാൽ 1/15, Q എന്ന് പറഞ്ഞാൽ 14/15. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28/75 എന്ന് കിട്ടും. ഓക്കെ.